ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ നല്ല പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മൾ കഴിഞ്ഞ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നോക്കാം. ഒന്നാമത്തെ ചോദ്യം: അബ്രഹാമിൻ്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് എത്ര വർഷം പ്രവാസികളായി പാർക്കുമെന്നാണ് യഹോവ അരുളി ചെയ്തത്? 400 വർഷം എന്നാണ് അതിൻ്റെ ഉത്തരം. അടുത്തത്: സാറായുടെ മിസ്രൈമ്യ ദാസിയുടെ പേരെന്ത്? ഹാഗാർ എന്നായിരുന്നു സാറായുടെ മിസ്രൈമ്യ ദാസിയുടെ പേര്. എനിക്ക് ഭവിച്ച അന്യായത്തിന് നീ ഉത്തരവാദി. ആരോട് പറഞ്ഞു? സാറായി അബ്രഹാമിനോട് പറഞ്ഞതാണിത്. ജനനത്തിന് മുമ്പ് ജനിക്കുമെന്ന് രേഖപ്പെടുത്തിയ പ്രഥമ വ്യക്തി. ജനനത്തിന് മുമ്പ് ജനിക്കുമെന്ന് രേഖപ്പെടുത്തിയ പ്രഥമ വ്യക്തി ഇസ്മായേൽ ആണ്. യജമാനത്തി കാഠിന്യം തുടങ്ങിയപ്പോൾ അവളെ വിട്ടു ഓടിപ്പോയ ദാസി ആര്? ഓടിപ്പോയ ദാസി ഹാഗാർ ആകുന്നു. യഹോവയുടെ ദൂതൻ എവിടെ വെച്ചാണ് ഹാഗാറിനെ കണ്ടത്? അതിൻ്റെ ഉത്തരം: ശൂരന് പോകുന്ന വഴിയിലെ ഉറവിനരികിൽ വെച്ചാണ് കണ്ടത്. ഹാഗാറിൻ്റെ മകൻ്റെ പേര് എന്ത്? ഹാഗാറിൻ്റെ മകൻ്റെ പേര് ഇസ്മായേൽ എന്നാകുന്നു. കാട്ടുകഴുതിയെ പോലെയുള്ള മനുഷ്യൻ ആര്? ഇസ്മായേൽ ആവുന്നു. സകല സഹോദരന്മാർക്കും എതിരെ പാർക്കുന്നവൻ ആര്? ഇസ്മായേൽ ആകുന്നു. സകല സഹോദരന്മാർക്കും എതിരെ പാർക്കുന്നവൻ. ദൈവമേ, നീ എന്നെ കാണുന്നു എന്ന് പേർ വിളിച്ചവൾ ആര്? ഹാഗർ ആയിരുന്നു. ദൈവം പേരുമാറ്റിയ ദമ്പതിമാർ ആരെല്ലാം? അബ്രഹാമും സാറയും ആയിരുന്നു. കാദേശിനും ബേരേദിനും മധ്യേ പേരിനാൽ അറിയപ്പെടുന്ന കിണർ ഏത്? അതിൻ്റെ ഉത്തരം ബേർ ലഹയി രോയി എന്നാകുന്നു. ഇസ്മായേൽ ജനിക്കുമ്പോൾ അബ്രഹാമിന് എത്ര വയസ്സായിരുന്നു? 86 വയസ്സ്. അബ്രഹാം എന്ന വാക്കിൻ്റെ അർത്ഥം ബഹുജാതികൾക്ക് പിതാവ് എന്നാവുന്നു. അബ്രഹാമിൻ്റെ ആദ്യത്തെ പേര് അബ്രാം എന്നായിരുന്നു. അബ്രഹാമിനും ദൈവത്തിനും മധ്യയുള്ള നിയമത്തിൻ്റെ അടയാളം എന്ത്? പരിച്ഛേദനയായിരുന്നു. അബ്രഹാമിനും ദൈവത്തിനും മധ്യയുള്ള നിയമത്തിൻ്റെ അടയാളം. ഏറ്റവും കൂടിയ പ്രായത്തിൽ പരിച്ഛേദന ഏറ്റ വ്യക്തി ആര്? അബ്രഹാം ആയിരുന്നു. എത്രാം ദിവസമാണ് പരിച്ഛേദന ഏൽക്കേണ്ടത്? പരിച്ഛേദന ഏൽക്കേണ്ടത് 8-ാം ദിവസം ആണ്. ബഹുജാതികൾക്ക് മാതാവായി തീർന്നത് ആര്? സാറയായിരുന്നു ബഹുജാതികൾക്ക് പിതാവായി തീർന്നത്.
അവൻ 12 പ്രഭുക്കന്മാരെ ജനിപ്പിക്കുമെന്ന് യഹോവ വാഗ്ദത്തം ചെയ്തത് ആരെക്കുറിച്ചായിരുന്നു? ഇസ്മായേലിനെ കുറിച്ച് ആയിരുന്നു. അബ്രഹാം പരിച്ഛേദനയേറ്റപ്പോൾ അവന് എത്ര വയസ്സായിരുന്നു? 99 വയസ്സായിരുന്നു. ഒരേ ദിവസം പരിച്ഛേദനയേറ്റ അപ്പനും മകനും ആരെല്ലാം? അബ്രഹാമും ഇസ്മായേലും ആയിരുന്നു. എന്നാൽ നമുക്ക് ഇന്നത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്നത്തെ ആദ്യത്തെ ചോദ്യം, 3 പുരുഷന്മാർ ചെല്ലുമ്പോൾ അബ്രഹാം എവിടെ ആയിരുന്നു? 3 പുരുഷന്മാർ ചെല്ലുമ്പോൾ അബ്രഹാം എവിടെയായിരുന്നു? മമ്രയുടെ തോപ്പിൽ പ്രത്യക്ഷപ്പെട്ടവരെ അബ്രഹാം സ്വീകരിച്ചിരുത്തിയത് എവിടെയാണ്? മമ്രയുടെ തോപ്പിൽ പ്രത്യക്ഷപ്പെട്ടവരെ അബ്രഹാം സ്വീകരിച്ചിരുത്തിയത് എവിടെ വച്ചാണ്? യഹോവയാൽ കഴിയാത്ത കാര്യമുണ്ടോ? ഇത് ആരോട് പറഞ്ഞതാണ്? യഹോവയാൽ കഴിയാത്ത കാര്യമുണ്ടോ? ഇത് ആരോട് പറഞ്ഞതാണ്? 3 പുരുഷന്മാർ അബ്രഹാമിൻ്റെ അടുത്ത് നിന്നും എവിടേക്കു പോയി? 3 പുരുഷന്മാർ അബ്രഹാമിൻ്റെ അടുത്ത് നിന്നും എവിടേക്ക് പോയി? ആരുടെ നിലവിളിയാണ് വലിയതും പാപം അതികഠിനവും ആയിരുന്നത്? ആരുടെ നിലവിളിയാണ് വലിയതും പാപം അതികഠിനവും ആയിരുന്നത്? അടുത്ത ചോദ്യം, ദുഷ്ടനോടുകൂടെ നീതിമാനെയും നീ സംഹരിക്കുമോ എന്ന് യഹോവയോട് ചോദിച്ചത് ആര്? ദുഷ്ടനോട് കൂടെ നീതിമാനെയും നീ സംഹരിക്കുമോ എന്ന് യഹോവയോട് ചോദിച്ചത് ആര്? അടുത്ത ചോദ്യം, പൊടിയും വെണ്ണീറുമായവൻ എന്ന് സ്വയം വിശേഷിപ്പിച്ചവൻ ആര്? പൊടിയും വെണ്ണീറുമായവൻ എന്ന് സ്വയം വിശേഷിപ്പിച്ചവൻ ആര്? ദൈവദൂതന്മാർ സോദോമിൽ എത്തിയപ്പോൾ ലോത്ത് എവിടെ ആയിരുന്നു? ദൈവദൂതന്മാർ സോദോമിൽ എത്തിയപ്പോൾ ലോത്ത് എവിടെ ആയിരുന്നു? ദൂതന്മാർ സോദോമിൽ എത്തിയത് എപ്പോൾ? ദൂതന്മാർ സോദോമിൽ എത്തിയത് എപ്പോൾ? അടുത്ത ചോദ്യം, പുളിപ്പില്ലാത്ത അപ്പം ചുട്ടതായി പറയുന്ന ആദ്യ വ്യക്തി ആർ? പുളിപ്പില്ലാത്ത അപ്പം ചുട്ടതായി പറയുന്ന ആദ്യ വ്യക്തി ആര്? ലോത്തിന്റെ വീട് വളഞ്ഞവർ ആരെല്ലാം? ലോത്തിന്റെ വീട് വളഞ്ഞവർ ആര്? അടുത്ത ചോദ്യം, പുരുഷന്മാർ ആബാലവൃത്തം അന്ധത പിടിച്ചതെവിടെ? പുരുഷന്മാർ ആബാലവൃത്തം അന്ധത പിടിച്ചത് എവിടെ? ലോത്തിന്റെ മരുമക്കൾ ലോത്തിനോട് പറഞ്ഞ വാക്കുകൾ എന്ത്? ലോത്തിന്റെ മരുമക്കൾ ലോത്തിനോട് പറഞ്ഞ
വാക്കുകൾ എന്ത്? ദൂതന്മാർ കൈക്ക് പിടിച്ച് പട്ടണത്തിന് പുറത്തു കൊണ്ടുപോയതാരെയെല്ലാം? ദൂതന്മാർ കൈക്ക് പിടിച്ച് പട്ടണത്തിന് പുറത്തു കൊണ്ടുപോയത് ആരെയെല്ലാം? ലോത്ത് ഓടി രക്ഷപ്പെട്ട പട്ടണം ഏത്? ലോത്ത് ഓടി രക്ഷപ്പെട്ട പട്ടണം ഏത്? ലോത്ത് എവിടെ കടന്നപ്പോഴാണ് സൂര്യൻ ഉദിച്ചത്? ലോത്ത് എവിടെ കടന്നപ്പോഴാണ് സൂര്യൻ ഉദിച്ചത്? യഹോവ ആകാശത്ത് നിന്നും തീയും ഗന്ധകവും വർഷിപ്പിച്ച പട്ടണം. യഹോവ ആകാശത്ത് നിന്നും തീയും ഗന്ധകവും വർഷിപ്പിച്ച പട്ടണം ഏത്? ആദ്യം നശിപ്പിക്കപ്പെട്ട പട്ടണം ഏത്? ആദ്യം നശിപ്പിക്കപ്പെട്ട പട്ടണം ഏത്? ആദ്യത്തെ അന്തർ ആരെല്ലാം? ആദ്യത്തെ അന്തർ ആരെല്ലാം? ഗുഹയിൽ പാർത്ത പ്രഥമ വ്യക്തികൾ ആരെല്ലാം? ഗുഹയിൽ പാർത്ത പ്രഥമ വ്യക്തികൾ ആരെല്ലാം? ഉൽപ്പത്തി പുസ്തകത്തിൽ മദ്യപിച്ചവർ ആരെല്ലാം? ഉൽപ്പത്തി പുസ്തകത്തിൽ മദ്യപിച്ചവർ ആരെല്ലാം? ഉപ്പുതൂണായി തീർന്ന സ്ത്രീ ആര്? ഉപ്പുതൂണായി തീർന്ന വ്യക്തി സ്ത്രീ ആര്? ഗുഹയിൽ പാർത്ത സ്ത്രീകൾ ആരെല്ലാം? ഗുഹയിൽ പാർത്ത സ്ത്രീകൾ ആരെല്ലാം? അപ്പനെ വീഞ്ഞു കുടിപ്പിച്ച പുത്രിമാർ ആര്? അപ്പനെ വീഞ്ഞു കുടിപ്പിച്ച പുത്രിമാർ ആര്? ലോത്തിന്റെ മൂത്ത പുത്രിക്ക് ജനിച്ച കുട്ടിയുടെ പേരെന്ത്? ലോത്തിന്റെ മൂത്ത പുത്രിക്ക് ജനിച്ച കുട്ടിയുടെ പേരെന്ത്? ഇന്നത്തെ ചോദ്യങ്ങൾ അവസാനിക്കുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നാണ് ചോദ്യം. നിങ്ങൾക്ക് വായിച്ച് ഉത്തരം എഴുതുവാൻ എളുപ്പമുണ്ട്. എല്ലാവരും ചാനൽ സപ്പോർട്ട് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ബൈ ബൈ.